ഹായ്, ഐ ആം ജോബി ഫ്രം പവർലിങ്ക്. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഹോസ്പിറ്റൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബില്ല് വന്നു കഴിഞ്ഞാൽ റിജക്ഷൻ ചെയ്യാനുള്ള വേറൊരു കാരണം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ കൂടിയാണ് ഇത് ഞാൻ പറയാൻ പോകുന്നത്. അതായത് എൻ്റെ ഒരു കസ്റ്റമർ പുള്ളിയുടെ അമ്മയ്ക്ക് വേണ്ടി ഒരു പോളിസി എടുത്തിരുന്നു. അത് സ്റ്റാർ ഹെൽത്തിൻ്റെ റെഡ് കാർപ്പറ്റ് എന്ന ഒരു പോളിസിയാണ്. അതായത് 65 വയസ്സ് തൊട്ട് 75 വയസ്സ് വരെ ഉള്ളവർക്ക് വേണ്ടിയാണ് ആ പോളിസി ഉപയോഗിക്കുന്നത്. എന്നാൽ ആ അമ്മയ്ക്ക് ഇപ്പോൾ ഏകദേശം 76 വയസ്സോളം ആയിട്ടുണ്ട്. അത് ആ പോളിസി എടുത്തിട്ട് ഒരു 2.5 വർഷത്തോളമായി. 73 വയസ്സായപ്പോഴാണ് ആ പോളിസി എടുത്തിരുന്നത്. ഇപ്പോൾ ആ അമ്മയ്ക്ക് ഒരു ഹോസ്പിറ്റൽ ആവശ്യമായി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുകയും പോളിസി ഓട്ടോമാറ്റിക്കായി ഹോസ്പിറ്റലുകാരെ ഏൽപ്പിക്കുകയും ചെയ്തു. അവര് കമ്പനി അറിയിച്ചോളാനാണ് പറഞ്ഞത്. ആ സമയത്ത് കസ്റ്റമർ എന്നെ വിളിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ അമ്മ ഹോസ്പിറ്റലാണ്. അപ്പൊ ഞാൻ ചോദിച്ചു കമ്പനി അറിയിച്ചതെന്ന് വെച്ചപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തത് അത് അപ്പം തന്നെ ഹോസ്പിറ്റൽ ഏൽപ്പിച്ചു. കമ്പനി അറിയിച്ചിട്ടുണ്ട്. അവർക്ക് അപ്പോൾ പുള്ളിക്കും മെസ്സേജ് വന്നിട്ടുണ്ട്, മൊബൈൽ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. പക്ഷേ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലുകാർ പറയുവാണ് ക്ലെയിം ഇതുവരെ അപ്രൂവ് ആയിട്ടില്ല, ചിലപ്പോൾ അത് റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സാറ് ചിലപ്പോൾ ഇത് റീഇംബേഴ്സ്മെന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്നിട്ടും ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിന് അവരുടെ പറയാണ് നിങ്ങൾ വിഷമിക്കേണ്ട, പൈസ ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട്. ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം അവർക്ക് വന്നിരിക്കുന്നത് ഏകദേശം 90,000 രൂപയാണ് വന്നിരിക്കുന്നത്. അവർ 1 രൂപ പോലും അടയ്ക്കേണ്ട. അവരൊരു EMI സിസ്റ്റം വഴി അവരെ പേയ്മെന്റ് എല്ലാം അടച്ചു കൊള്ളാം. അത് കഴിഞ്ഞിട്ട് മന്ത്ലി 8 മാസം കൊണ്ട് 12 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് റീഇംബേഴ്സ്മെന്റ് കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് കുറേശ്ശെ അടച്ചു കഴിഞ്ഞാൽ മതി എന്നാണ് ഹോസ്പിറ്റലുകാർ പറഞ്ഞത്. ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് അവർ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് ചെക്ക് ചെയ്തപ്പോൾ ഹോസ്പിറ്റലുകാർ കമ്പനി അറിയിച്ചിരുന്നത് ഈ അമ്മ ഹോസ്പിറ്റൽ വന്നപ്പോൾ ഡയറക്റ്റ് ICUയിൽ അഡ്മിറ്റ് ചെയ്തെന്നാണ് അവരെ അറിയിച്ചിരുന്നത്. പക്ഷേ എന്നാൽ ഇൻഷുറൻസ് കമ്പനി റിട്ടേൺ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ഡയറക്റ്റ് ICUയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. കറക്റ്റുള്ള മറുപടി ഹോസ്പിറ്റലുകാർ കറക്റ്റ് കൊടുത്തിട്ടില്ലായിരുന്നു. അതായത് 2 ദിവസം മുമ്പ് അഡ്മിറ്റ് ചെയ്തിട്ട് ഈ കൊറി വന്നതിന് ശേഷം ഇതിനുള്ള മറുപടി ഹോസ്പിറ്റലുകാർ കൊടുത്തിട്ടില്ല. അവര് ഡിലേ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പെയാണ് ഇത് ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് അപ്രൂവ് ആവത്തില്ല. അവർ വീണ്ടും എൻക്വയറി നടത്തും കമ്പനി. അത് സ്വാഭാവികമാണ്. ആ സമയത്താണ് ഇവർ ഈ കസ്റ്റമറിനോട് ഈ കാര്യം പറഞ്ഞത്. അവർ പറഞ്ഞതനുസരിച്ചാണ് അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ തന്നെ നമ്മൾ ഇതിൽ ഇടപെടുകയും മണിക്കൂറുകളുണ്ട് അത് നമ്മൾ അപ്രൂവ് ആക്കി കൊടുക്കുകയും ഹോസ്പിറ്റൽ ബില്ല് ഇൻഷുറൻസ് കമ്പനി തന്നെ കൊടുക്കുകയും ചെയ്തു. ഞാനിവിടെ പറയാൻ വന്ന കാര്യം പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇതൊരു മാഫിയ പോലെ നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവരും ഇല്ലാത്തവരും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ പൈസ ഇല്ലെങ്കിൽ അവർ തന്നെ ഒരു EMI ഓപ്ഷൻ അവർ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർ പറയുന്ന ബില്ല് നമ്മൾ പേയ്മെന്റ് ചെയ്യാതെ അവർ തന്നെ EMI ഓപ്ഷനിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡോ അവർ തന്നെ ഒരു ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം തരികയും നമ്മൾക്ക് ഒരു EMI സിസ്റ്റം ആക്കി തരികയും ചെയ്തത്. അത് നമ്മൾ 8 മാസവും 12 മാസവും കൊണ്ടാണ് അടച്ചു തീർക്കേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ പോയി നമുക്ക് ഇൻഷുറൻസ് ഒന്നും ഇല്ലാതെങ്കിൽ തന്നെ നമ്മൾ പുറത്തൊരാളുടെ വായ്പ മേടിക്കുകയോ നമ്മളുടെ ഗോൾഡ് ആഭരണം എന്തെങ്കിലും ലോൺ എടുത്ത് വെച്ചിട്ട് ആ പൈസ കൊണ്ട് അടയ്ക്കുകയോ ചെയ്താൽ പോലും അതിനേക്കാൾ ലാഭമാണ് അതിൻ്റെ പലിശ കണക്ക് കൂട്ടുമ്പോൾ. അതായത് 15-20% വരെ പലിശയാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ അടവിൽ ഏതെങ്കിലും ഒരു മാസം നമുക്ക് അടവ് മുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ 2,500 രൂപ പെനാൽറ്റി വരെയാണ് വരുന്നത്. ഇത് തന്നെ ആർക്കും തന്നെ അറിയത്തില്ല. ഇതിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മാഫിയ പോലെ ആയി വരുന്നുണ്ട്. അതായത് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇത് ഹോസ്പിറ്റലുകളെല്ലാം ഒരു ബിസിനസ് തന്ത്രമാക്കി വരാനുണ്ട്. അതായത് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലുകാർക്കും ഇത്ര % കമ്മീഷൻ കാണും. അതുകൊണ്ടാണ് അവർ മാക്സിമം ഇപ്പോൾ EMI സിസ്റ്റത്തിലോട്ടാണ് ഈ രോഗികളെയും വീട്ടുകാരെയും ഇതിലോട്ടാണ് കൊണ്ടുപോകാൻ നോക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാര്യം വെച്ചാലും നിങ്ങളൊരു ഹോസ്പിറ്റൽ
അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകളിൽ പറയുന്ന EMI സിസ്റ്റം ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ മാക്സിമം അത് വ്യക്തമായി നോക്കി പഠിച്ചതിന് ശേഷം മാത്രമേ അതിൽ EMI സിസ്റ്റത്തിലോട്ട് മാറാറൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട്സൈഡിൽ നിന്ന് പൈസ പേയ്മെന്റ് കളക്ഷൻ ചെയ്യുകയോ വേറെ പേഴ്സണൽ ലോൺ എടുത്താൽ പോലും ഇതിൽ ലാഭമാണ്. അതുപോലെയാണ് നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ആയ ഉടനെ തന്നെ സാധാരണ നമ്മൾ ഹോസ്പിറ്റലുകാരെയാണ് ഏൽപ്പിക്കുന്നത്, അവരാണ് കമ്പനിയെ അറിയിക്കുന്നത്. അപ്പോൾ അവർ പറയും കമ്പനിയെ അറിയിച്ചെന്ന് പറയുകയും നമ്മൾ പിന്നെ മിണ്ടാതിരിക്കുകയും ചെയ്യും. ഇനി മുതൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റലിൽ ഏൽപ്പിച്ച ഉടനെ തന്നെ ഇൻഷുറൻസിന്റെ ഡെസ്കിൽ നിങ്ങൾ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ സ്വന്തം ഏജന്റിനെ നിങ്ങൾ ഉടൻ തന്നെ നിങ്ങൾ അറിയിക്കുകയും ഇതിന്റെ ഉള്ള അപ്ഡേഷൻ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ചിലപ്പോൾ ഹോസ്പിറ്റലുകാർക്ക് കമ്പനിയിൽ നിന്ന് ഒരു എൻക്വയറിയോ ഒരു ക്വറി ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് സമയത്ത് മറുപടി കൊടുത്തില്ലെങ്കിൽ അത് വീണ്ടും ഡിലേ വരും. അത് നിങ്ങൾ ഏജന്റ് വഴി ഏജന്റിനെ അറിയുകയും ആ ഏജന്റ് നിങ്ങളെ അറിയിക്കുകയും നിങ്ങൾക്ക് വീണ്ടും ഹോസ്പിറ്റൽ ഡെസ്കിൽ പോയി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വീണ്ടും മറുപടി കൊടുക്കുകയും നമുക്ക് എത്രയും പെട്ടെന്ന് ഇൻഷുറൻസ് ഡിലേ വരാതെ അപ്പോൾ മേടിക്കാൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇത് എല്ലാ ഹോസ്പിറ്റലിന്റെ കാര്യമല്ല പറയുന്നത്, കയ്യിലെന്നാവുന്ന ചില ഹോസ്പിറ്റലുകളിലെല്ലാം ഇങ്ങനെയാണ് നടന്നു വരുന്നത്. ഇനി മുന്നോട്ട് പോകുന്ന അനുസരിച്ച് ഇത് അനുസരിച്ച് ഈ പറയുന്നത് കൂടിക്കൂടി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ജാഗ്രതയായിരിക്കണം. നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയാൽ ഉടൻ നിങ്ങൾ ഏതൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവരാണെങ്കിലും നിങ്ങൾ ഇൻഷുറൻസ് ഡെസ്കിൽ നിങ്ങൾ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പാരലായി അപ്രൂവ് ആയാലും ഇല്ലെങ്കിൽ നിങ്ങൾ പാരലായി നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റുമായി നിങ്ങളെ കമ്പനിയെ അറിയിക്കുകയും അവർ വഴി കമ്പനിയിൽ നിന്ന് ഉണ്ടാകുന്ന അപ്ഡേഷൻ വഴി ഏജന്റ് വഴിയും കൂടെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ വഞ്ചിതരാവാതിരിക്കുകയുള്ളൂ. ഇങ്ങനെ നിങ്ങൾ 2 പാൽ കൺഷൻ കൂടി ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ശക്തിക്കും തോൽപ്പിക്കാനാവില്ല. നിങ്ങളുടെ പണം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. നമ്മുടെ ഓരോ പണത്തിനും അതിൻ്റെതായ മൂല്യം നിങ്ങൾ കൽപ്പിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അനുഭവം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെയും കൂടി ഇത് എത്തിക്കാൻ വേണ്ടി തീർച്ചയായും ഷെയർ ചെയ്യുക. നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നാൽ ഇനി ആരുടെ മുന്നിലും തലകുനിക്കേണ്ടതില്ല. സീനിയർ സിറ്റിസൺസിന് സ്പെഷ്യൽ പ്ലാനുകൾ, പ്രസവ ചികിത്സ ലഭിക്കുന്ന പ്ലാനുകൾ, ക്യാൻസർ കെയർ, ഡയബറ്റിക് കെയർ, ഹോസ്പിറ്റൽ ക്യാഷ് വുമൺ കെയർ. ഇൻഷുറൻസ് പോളിസിയിലൂടെ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു കവറേജ് തിരഞ്ഞെടുത്ത് നൽകുകയും ക്ലെയിം സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും എല്ലാ സഹായങ്ങളും ചെയ്യുകയും ചെയ്യുന്നു.